ഹല്ലേലൂയ. അത് മാത്രമാണോ? നമ്മൾ സാമ്പത്തികമായിട്ട് പല അനുഗ്രഹങ്ങളും നമ്മൾക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാമ്പത്തികമായിട്ട് ഞെരുങ്ങി ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? തോന്നുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ദൈവമക്കളാണ്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം ഗലീഷ്യർക്ക് എഴുതിയ ലേഖനം 4:6-7 വായിക്കാം. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അവകാശിയാണെന്ന് നമുക്കറിയാമോ? നമ്മൾ ദൈവത്തിൻ്റെ അവകാശിയാണെങ്കിൽ നമ്മൾക്ക് എന്തിനീ ഞെരുക്കം? ദൈവമക്കൾക്ക് ഞെരുക്കാൻ പാടില്ല. സ്തോത്രം. ദൈവം അതിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞാൽ മാത്രമേ ആ സൗഖ്യം നമ്മൾക്ക്, നമ്മുടെ അനുഗ്രഹം, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പല ഞെരുക്കത്തിൽ നിന്ന് നമുക്ക് വിട്ട് പൂർണ്ണമായിട്ടുള്ള ദൈവം നമ്മൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ദൈവം നമ്മളെ നടത്താൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമുക്ക് 2 കൊരിന്ത്യർ എഴുതിയ ലേഖനം 9-ാം അധ്യായം 8-ാം വചനം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ആമേൻ. നമ്മളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. ഒരു കുറവുമില്ലാതെ എന്നാണ് അവിടെ ഇരിക്കുന്നത്, അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളിൽ സകലവും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി, നമ്മൾക്ക് പൂർണ്ണ തൃപ്തിയുള്ളവരായി ദൈവം അനുഗ്രഹം വർദ്ധിപ്പിക്കാൻ ശക്തനാണ്. പക്ഷെ നമ്മൾക്ക് അതിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞ് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നാക്കം പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ 7-ാമത്തെ വചനം എന്താ വായിക്കണേ? അവനാൽ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുതോ നിർബന്ധത്താലും അരുതോ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നവർ സന്തോഷത്തോടെ, നിർബന്ധത്താൽ പാടില്ല, സങ്കടത്താലും പാടില്ല. ദൈവം അവരെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ കൊടുക്കാനും അറിയണം. ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കാൻ അറിയണം. എന്ത് ചെയ്താലും നമ്മൾ ദൈവത്തിനാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായാലും നമ്മൾ ദൈവത്തിനാണ് കൊടുക്കണേ. ഹല്ലേലൂയ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. 6-ാമത്തെ വചനം എന്താ പറയുന്നത്? എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. ലോഭമായി നമ്മൾ എന്ത് ചെയ്താലും അത് ലോഭമായിട്ടാണ് നമ്മൾ കൊയ്യുള്ളൂ. കുറച്ച് കൃഷിക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാം, നമ്മൾ എത്രയോ വിതയ്ക്കുന്നു അത്ര നമുക്ക് കൊയ്യാം. കുറഞ്ഞ വിതയ്ക്കുകയാണെങ്കിൽ നമ്മൾ നടാണെങ്കിൽ അത്രയും നമുക്ക് കിട്ടുള്ളൂ. ഹല്ലേലൂയ. അപ്പം നമ്മൾ എങ്ങനെയാണ് വിതയ്ക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തിൽ വന്നപ്പോൾ, ഞാൻ ദൈവത്തെ അറിയുന്നില്ല. ഞാൻ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ഇവിടെ വളർന്ന എൻ്റെ ടീനേജ് കഴിയുന്നതോടുകൂടി ഞാൻ ബോംബെയിലേക്ക് പോയി. അവിടെ ചെന്നു, എൻ്റെ വിവാഹം കഴിഞ്ഞു, ഒരു കൊച്ചായി. ഞാൻ കൊച്ചായതിനു ശേഷം 2-3-4 മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ദൈവത്തിൽ വന്നു. പ്രാർത്ഥനയിൽ എനിക്കൊരു വീടൊക്കെ ആയി. അങ്ങനെ അവിടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ എനിക്ക് എന്നും കടം പോലെയാണ്. എന്നും ആൾക്കാരെ എന്നൊക്കെ ഓരോന്ന് കടം മേടിച്ചിട്ട് വേണം മാസം മുഴുവനൊക്കെ കൊണ്ടു നടക്കാൻ. അപ്പോൾ ഞാൻ കടം ചോദിക്കും, കടം വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ ദൈവത്തിൽ വരുന്നു. പുതിയ ആളാണ്, ഒന്നും അറിയില്ല. എല്ലാവരും സന്തോഷത്തിലാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇവിടെയുള്ളവരെല്ലാം. പക്ഷേ ഞാൻ കടം വാങ്ങിക്കുന്നവനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഹൗസ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ എത്ര ആളുണ്ട്, അവരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ അവിടെ കൂടാറുണ്ട്. അവിടുത്തെ ഒരു സിസ്റ്റമാണത്. ഞങ്ങളുടെ ന്യൂ ലൈഫ് ഫെലോഷിപ്പിൻ്റെ ഒരു സിസ്റ്റമാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹൗസ് ഗ്രൂപ്പുണ്ട്, ഹൗസ് ഗ്രൂപ്പ് ലീഡേഴ്സ് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ പ്രാർത്ഥന കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ നമ്മളൊന്നുമില്ലാണ്ടാവും. അവിടെയാണ് പഠിക്കുന്നതൊക്കെ. അങ്ങനെ ഒരു സംഗതി ഉണ്ട് അവിടെ. കൊച്ചുകുട്ടികൾ പഠിക്കുന്നു, അവരെല്ലാം കണ്ട് വളരുന്നു. അപ്പം നമ്മൾ ഈ ഹൗസ് ഗ്രൂപ്പ് ഞങ്ങളുടെ അടുത്തൊരു അങ്കിളിൻ്റെ വീട്ടിലാണ് സാധാരണ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഹൗസ് ഗ്രൂപ്പ് ലീഡർ ആളൊരു ഗുജറാത്തിയാണ്.
അപ്പോൾ ആളുടെ പേരാണ് രമേശ് ദർജി. ആളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഹൗസ് ഗ്രൂപ്പ് ലീഡർ, ആൾ ബാച്ചിലർ ആയതുകൊണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ ആളിങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ ആളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ കടം ചോദിക്കാൻ പറ്റിയ ആളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ആളോട് വേറെ എനിക്ക് കുറച്ച് കാശ് കടം തരുമെന്ന്. അപ്പോൾ ആൾ ഗുജറാത്തിയാ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ അങ്കിള് പറഞ്ഞു ഗുജറാത്തികൾ പൈസ കൊടുക്കാനായിട്ട് ഒരിക്കലും കൈ നീട്ടില്ല. പക്ഷേ ഞാൻ ചോദിച്ചു എനിക്ക് കുറച്ച് കാശ് ഒരു 3000 രൂപ കടം തരുമെന്ന്. അപ്പോൾ ആൾ എന്നെ ഇന്ന് നോക്കിയിട്ട് പറഞ്ഞു കടമോ? അതെ. താൻ ദൈവത്തിന് എന്താ കൊടുക്കുന്നത്? ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? എനിക്കതൊന്നും അറിയില്ല. ഇങ്ങനെ അവിടെ ഈ പാത്രം വരുമ്പോൾ 2, 3, 5 നമ്മളതിൽ ഇടുന്നു. അത്രയും നമുക്ക് അറിയുള്ളൂ. എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല. അപ്പോൾ താൻ ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? അത് തരം പോലെ കൊടുക്കുന്നുണ്ടോ? അപ്പം പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അതല്ല, താൻ ദൈവത്തിൻ്റെ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഞെരുക്കം. നമുക്ക് വായിക്കാം. മാലാക്കി ആൾ എന്നോട് പറഞ്ഞതും പഠിപ്പിച്ചതുമാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. മലാക്കി 3:8 വായിക്കാം. മലാക്കി പഴയ നിയമത്തിൽ മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? അങ്ങനൊരു ചോദ്യമുണ്ട് ഇവിടെ. പക്ഷേ നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്തിന്? ദശാംശത്തിലും വഴിപാടുകളും തന്നെ. അത് കഴിഞ്ഞിട്ട് വായിക്കാം, തുടർന്ന് വായിക്കാം, 12 വരെ വായിക്കാം. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ആണോ? ഈ ജാതി നിങ്ങൾ എന്നെ തോൽപ്പിക്കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിനോ നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവേൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കിയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. ഇത് പഴയ നിയമത്തിലാണെന്ന് പറഞ്ഞ് പലരും നമ്മളോട് ഇങ്ങനെ വാദിക്കാറൊക്കെ ഉണ്ട്. എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. എന്നോട് പറഞ്ഞത് ആൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ഇതുപോലെ ഒരാളോട് പണം അങ്ങനെ കടം ചോദിച്ചപ്പോൾ അവരെനിക്ക് ഈ രഹസ്യം പറഞ്ഞു തന്നു. അത് ഞാൻ നിങ്ങളോട് പറയുന്നു. 3000 രൂപയൊക്കെ എനിക്ക് തരാൻ പറ്റും. അതുകൊണ്ടല്ല, ഇനി മേലാൽ നമ്മൾ ആരുടെയും കൈ നീട്ടാണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ, അന്ന് 100 രൂപ കിട്ടുകയാണെങ്കിൽ 10 രൂപ ഇടാനായിട്ട് ബുദ്ധിമുട്ട്. അന്ന് 1000 രൂപ ശമ്പളമായിരുന്നു. 100 രൂപ ഇടണോ എന്ന് ഞാൻ ചിന്തിച്ചു. 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എങ്ങനെയാണ്? അല്ലെങ്കിലേ കടം മേടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ എങ്ങനെയാണ് പോകുക? പക്ഷേ ദൈവത്തിൻ്റെ പണം നമ്മളെ കയ്യിൽ വെക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ചു ഞാൻ. അന്ന് ഞാൻ അങ്ങനെ തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾക്കറിയാണ്ട് തന്നെ ഓവർ ടൈമായും അലവൻസായും പലതും നമ്മളിലേക്ക് വന്നു ചേരുന്നത് കണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. മാത്രമല്ല അന്ന് തൊട്ട് ഇന്ന് വരെ അത് ഞാൻ മുടക്കിയിട്ടില്ല. ആരെന്ത് പറയണ എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം പറയാണ്. ഇന്ന് വരെ ഞാൻ എൻ്റെ തൈറ്റ്സ് ദൈവം തരുന്നതിൻ്റെ ദശാംശം ദൈവത്തിൻ്റെയാണ്. അതാദ്യം ദൈവത്തിന് കൊടുക്കുക. ബാക്കിയുള്ള കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര വേണമെങ്കിൽ കൊടുത്തോ, ദാനം ധർമ്മം എന്ത് വേണമെങ്കിൽ കൊടുത്തോ, അതിലും നല്ല കൊടുക്കണം. ദൈവത്തിൻ്റെ കാര്യം ദൈവത്തിന് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ ഞാൻ കണ്ടുവരുന്നതാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഇവിടെ ഈ കേരളത്തിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തൈറ്റ്സൊക്കെ ഇടുമ്പോൾ അതിൽ പേര് എഴുതിയിരുന്നെന്ന്. ഞങ്ങളുടെ ന്യൂ ലൈഫിൽ അങ്ങനെ ഒരു സിസ്റ്റമില്ല. അവിടെ തൈറ്റ്സ് കവറുണ്ട്, അതിൽ നമ്മൾ ഇട്ട് വരുന്നു. ആരിടുന്നു അത് ദൈവത്തിനും അവർക്കും മാത്രമേ അറിയുള്ളൂ.
അതുകൊണ്ട് അവിടെ ഭയങ്കര അനുഗ്രഹമാണ്. ഞാൻ തയ്ച്ച് എഴുതാതിരിക്കുന്ന ഞങ്ങൾ 2-3 പേരാണ് എഴുതാതിരിക്കുക. ഓരോ ആഴ്ചയിലും നമ്മൾ എഴുതാതിരിക്കുക. പക്ഷേ നമുക്ക് ആരിടുന്നു നമുക്കൊന്നും അറിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങനെ വളരുകയാണ് അവിടെ. ഞാനിവിടെ വന്നിട്ട് അതേപോലെ ഞാൻ പോയ ചർച്ചിൽ ഞാൻ അതുപോലെ ഇട്ടപ്പോൾ അവർ ആരാണെന്ന് അറിയില്ല. അപ്പോൾ പാസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെയല്ല, ഇവിടെ പേരെഴുതിയിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനൊരു പേരെഴുതി. പിന്നെ ആ ചർച്ചിൽ തന്നെ ഞാനൊരു 5 കൊല്ലം സെക്രട്ടറി ആയിട്ടിരുന്നു. അപ്പോൾ അവിടുത്തെ തൈറ്റ്സ് എല്ലാം ഞാൻ എൻ്റെ കയ്യിലാണ് ഇരിക്കുക. പാസ്റ്റർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ തൈറ്റ്സ് തരുന്ന ആ കുടുംബങ്ങളും ശരിക്കും തരാത്ത കുടുംബങ്ങളുമുള്ള വ്യത്യാസം ഞാൻ കണ്ടനുഭവിച്ചവനാണ്. ഹല്ലേലൂയ. അവരുടെ വളർച്ച, അവരുടെ അനുഗ്രഹം. തൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, നമ്മളുടെ സമയം. ഇന്ന് നമ്മളിവിടെ കണ്ടു എത്രയോ നമ്മുടെ ദൈവജനങ്ങൾ വന്നിട്ട് ഓരോ കാര്യങ്ങൾക്ക് കൊണ്ട് കൂടിയിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളായാലും ഇവിടെ ക്ലീനിങ്ങിലായാലും എല്ലാത്തിലും എന്താണ് നമുക്ക് കിട്ടുന്ന സമയം, അതിൻ്റെ 10% നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാവണം. അതിലാണ് നമ്മളുടെ ആവശ്യം. നമ്മൾ കിട്ടുന്ന സമയം അത് പാഴാക്കി കളയാതെ ഒരു ദൈവത്തിൻ്റെ ദശാംശമായുള്ള സമയം അതിനുവേണ്ടി കൊടുക്കുക. നമ്മൾ സഭയാണെങ്കിൽ, നമ്മുടെ സഭയുടെ അംഗമാണെങ്കിൽ നമ്മളുടെ സ്വഭാവം, നമ്മളുടെ ആവശ്യം എന്താണ് സഭയ്ക്ക്, അത് നമ്മൾ കണ്ടുപിടിക്കുക. അതിനായിട്ട് നമ്മൾ മുന്നേറുക. ആരും അതിനായിട്ട് നമ്മൾ നഷ്ടപ്പെടാതിരിക്കരുത്, ആ നഷ്ടം ആയിട്ട് കളയരുത്. ഹല്ലേലൂയ. എന്ത് കാര്യമായാലും കുഞ്ഞുങ്ങൾക്കായാലും നമ്മളത് പഠിപ്പിക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളായിരുന്നു. എൻ്റെ മൂത്തവള് ഡെഡിക്കേഷൻ ചെയ്തത് ഞാൻ പോയി ആദ്യ ചർച്ചിലാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. അവർ ചെറുപ്പത്തിൽ തന്നെ ഈ ദാനധർമ്മത്തിൻ്റെ ഈ ദശാംശത്തിൻ്റെ പാത്രം വരുമ്പോൾ അവരിങ്ങനെ നോക്കും. അപ്പോൾ അവർക്കും വിടാനായിട്ട് ഞങ്ങളുടെ അടുത്ത് വരും. ഞങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരങ്ങനെ തുടർന്ന് വന്നു. അവർ മാത്രമല്ല, അവർ കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവർ പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഇടാൻ തുടങ്ങി. ഇന്നും അവരത് കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ വളരെ ഉത്സാഹിതനായത് എന്താ വെച്ചാൽ, എനിക്കറിയില്ല അവരൊക്കെ ഇതിപ്പോൾ ചെയ്യുന്നുണ്ടെന്ന്. അവർ വിവാഹം കഴിഞ്ഞ് കുറേ കാലങ്ങളായി. പക്ഷേ എനിക്ക് കുറച്ച് പണം എൻ്റെ കയ്യിൽ വന്നപ്പോൾ, പ്രോപ്പർട്ടിയുടെ കുറച്ച് പണം വന്നപ്പോൾ ഞാനത് എൻ്റെ മക്കൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ 3 ഭാഗമാക്കി ഒരു 16 ലക്ഷം വീതം 2 പേരും കൊടുക്കാൻ തീരുമാനിച്ചു. 16 ലക്ഷം ഞാനും, എനിക്കും വേണ്ട വീടൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മകളോട് പറഞ്ഞു, മകളെ ഞാനൊരു 14 ലക്ഷം ഞാൻ അയക്കാൻ പോകുന്നുണ്ട്, നീ അത് നിനക്കിപ്പോൾ ഉപയോഗിക്കേണ്ട സമയമാണ്. അപ്പോൾ എൻ്റെ മകൾ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? പപ്പ അത് പപ്പയുടെ കയ്യിലിരിക്കട്ടെ. ഇപ്പോൾ എന്നുവെച്ചാൽ പപ്പ ടാക്സ് അടയ്ക്കണല്ലേ, അതിൻ്റെ തൈറ്റ്സ് എനിക്ക് അയക്കാം. അത് ഞാൻ 2 സഭയിലവർ പോകുന്നുണ്ട്, എനിക്ക് അവർക്ക് കൊടുക്കാനാണ്. 1,60,60,000 രൂപ ഞാൻ ആദ്യം അയച്ചു കൊടുത്തു. ഇതാണ് നമ്മളുടെ മക്കൾ. അവർ അനുഗ്രഹത്തോടെ വളരാണ്. നമ്മളത് മനസ്സിലാക്കണം. കർത്താവിൻ്റെ മക്കളായ നമ്മൾ കർത്താവിൻ്റെ പണം കർത്താവിനുള്ളതായി മാറ്റിവെക്കുക. ബാക്കി 90 നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, കർത്താവ് അനുഗ്രഹിക്കും. അത് മുഴുവൻ എല്ലാവരും കൊടുക്കണേ നിങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, നമ്മുടെ ആദ്യം ദൈവം, പിന്നെ നമ്മുടെ കുടുംബം, പിന്നെയാണ് മറ്റുള്ളവർ. ആദ്യം നമ്മുടെ മക്കൾക്ക് പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കരുതണം. എന്നിട്ട് വേണം മുന്നോട്ട് നീങ്ങുവാൻ. നമുക്കൊരു വചനം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13 വായിക്കാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ആമേൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സകലത്തിനും. ഹല്ലേലൂയ. നമ്മൾ കൂടെ നിൽക്കണം. യോഹന്നാൻ 15:5 വായിക്കാം നമുക്ക്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഞാൻ നിങ്ങളിൽ, നീ എന്നിലും വസിച്ചാൽ വളരെ ഫലം കായ്ക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വസിക്കണം. നമ്മൾ അവനോട് കൂടെ നിൽക്കണം. വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. നമുക്ക് എണീറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എണീറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണല്ലോ കർത്താവേ. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ കേട്ട വചനങ്ങളെല്ലാം കർത്താവേ, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരുമെന്ന് ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങയുടെ മക്കൾ എപ്പോഴും സൗഖ്യമുള്ളവരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയിൽ വിശ്വസിച്ചിരുന്നവർ
ആരും നശിച്ചു പോകാതെ നിത്യജീവനിലേക്ക് കർത്താവ് അങ്ങ് വിളിച്ചുവല്ലോ കർത്താവെ. കർത്താവെ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഭയ്ക്ക് ഞങ്ങളുടെ അധികാരമാണല്ലോ കർത്താവെ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കയറിയല്ലോ കർത്താവെ. അങ്ങയുടെ അടിപ്പണരാൽ ഞങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കുന്നല്ലോ കർത്താവെ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ആ സൗഖ്യം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പല വിഷയങ്ങളുണ്ട് കർത്താവെ, ദാമ്പത്യമായിട്ടുള്ള വിഷയങ്ങളുണ്ട് കർത്താവെ, കുടുംബപരമുള്ള വിഷയങ്ങളുണ്ട് കർത്താവെ. അതിനെല്ലാം കരം നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുള്ള ആ ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണമായ കർത്താവെ കുടുംബങ്ങളെല്ലാം കർത്താവെ പൂർണ്ണമായും സമാധാനത്തോടും സന്തോഷത്തോടും വാഴുവാൻ കർത്താവെ എല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളിലുള്ള എല്ലാവരും കർത്താവെ ഞങ്ങൾ കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. കർത്താവ് കരം നീട്ടണമേ കർത്താവെ. പൂർണ്ണമായി കർത്താവെ എല്ലാവരിലും കർത്താവെ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഈ സമയത്ത് വിഷമങ്ങളിലും വേദനകളിലും കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളും ഉണ്ടല്ലോ കർത്താവെ. അങ്ങ് അത്ഭുത മന്ത്രി കർത്താവെ വഴികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴികളെല്ലാം കർത്താവെ അങ്ങ് അറിയുന്നല്ലോ കർത്താവെ. ഞങ്ങളുടെ തെറ്റുകളെല്ലാം മാറ്റി കർത്താവെ അങ്ങയിലേക്ക് നോക്കി കർത്താവെ അങ്ങയുടെ വഴിയിലേക്ക് കർത്താവെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വലിയവനല്ലോ, അങ്ങ് നല്ലവനല്ലോ കർത്താവെ. ഈ സമയത്ത് കർത്താവെ പൂർണ്ണമായി സഭയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അങ്ങയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വന്നിട്ടുള്ള എല്ലാവരും കർത്താവെ അനുഗ്രഹിക്കപ്പെടണമേ, അനുഗ്രഹിക്കപ്പെട്ട ജനമായി തീർക്കണമേ, അനുഗ്രഹിക്കപ്പെട്ട സഭയായി തീർക്കണമേ, അനുഗ്രഹിക്കപ്പെട്ട ശരീരമായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.